ഈ ജർമ്മൻ പഠിക്കാൻ എന്തൊരു പാടാണല്ലേ! ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും. പക്ഷെ അതിന് ആൻസർ ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അതെ ഭയങ്കര പാടാണ്. ഈ ഗ്രാമറും ആർട്ടിക്കിളും ഇതൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഇതെല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉണ്ട്. സോ അതെന്തൊക്കെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ കൂടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യുക. അപ്പോൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ബേസിക്സ് എന്ന് പറയുന്നത് ആൽഫാബറ്റ്സ്, നമ്പേഴ്സ്, ബേസിക് ഗ്രീറ്റിംഗ്സ്, കോമൺ ഫ്രേസസ് ഇതൊക്കെയാണ്. ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിയോലിംഗോ അല്ലെങ്കിൽ ബാബൽ അല്ലെങ്കിൽ ലിങ്ക്യൂ ഇതേപോലുള്ള ആപ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രൊണൗൺസിയേഷനിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ പ്രൊണൗൺസിയേഷനിൽ ഫോക്കസ് ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജർമ്മൻ പ്രൊണൗൺസിയേഷനും ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷനും വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഇതിൻ്റെ റൈറ്റിംഗ് കാണുമ്പോൾ വിചാരിക്കും ഇത് രണ്ടും ഒരേപോലെയാണല്ലോ എന്ന്. പക്ഷേ ഒരേപോലെയല്ല, ഇത് രണ്ടും വ്യത്യാസമുണ്ട്. ഈ ഒരു കാര്യം നിങ്ങൾ തുടക്കത്തിൽ തന്നെ മൈൻഡിൽ വെക്കുക. ഇത് നിങ്ങൾ മൈൻഡിൽ വെച്ചിട്ട് മാത്രം ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽസ് ഉണ്ട്. ചാനൽസ് എന്ന് വെച്ചാൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചാനൽസ് ഉണ്ട്. അപ്പോൾ ലേൺ ജർമ്മൻ വിത്ത് ആനിയ അല്ലെങ്കിൽ ഈസി ജർമ്മൻ ഫോർ ഗൈഡൻസ് ഇതേപോലെയുള്ള യൂട്യൂബ് ചാനൽസ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യാം. അടുത്ത കാര്യം എന്ന് പറയാനുള്ളത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് കംപ്ലീറ്റ് ആയിട്ട് ലാംഗ്വേജിലേക്ക് ഇമേഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു ലാംഗ്വേജ് പഠിക്കാൻ എടുക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു 1 to 2 hours എങ്കിലും ഡെയിലി ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫലം കാണും. അതിൻ്റെ ഒപ്പം മാത്രമല്ല, നിങ്ങൾക്ക് കൂടുതലായിട്ട് പോഡ്കാസ്റ്റുകൾ കേൾക്കുക, ജർമ്മനിലുള്ള റേഡിയോ കേൾക്കുക. അപ്പോൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ പോഡ്കാസ്റ്റുകൾ കേൾക്കാനും റേഡിയോ കേൾക്കാനും ഒക്കെ കുറച്ചുകൂടി സമയം നീക്കി വെക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വായിക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് വലിയ വലിയ നോവൽസ് ഒന്നും എടുത്ത് വായിക്കാതെ ചിൽഡ്രൻസ് ബുക്സിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അങ്ങനെ അതിനകത്തുനിന്ന് തുടങ്ങണതിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. അതിനകത്ത് പിക്ചേഴ്സൊക്കെ ഉണ്ടാവും. സോ നമുക്ക് ഈ ഒരു പിക്ചർ ഗൈഡഡ് മെമ്മറിയും കൂടിയിട്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുട്ടികളുടെ ബുക്സൊക്കെ ഹെൽപ്പ് ചെയ്യും. സോ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാക്ടിക്കൽ യൂസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇപ്പം നമ്മളുടെ ജർമ്മൻ കോഴ്സുകളിലുള്ള ഇപ്പോൾ ഗോത്തിയിൽ പഠിപ്പിക്കുന്ന കോഴ്സുകളാണെങ്കിലും ടെൽക്കിൽ പഠിപ്പിക്കുന്നതാണെങ്കിലും ഇതെല്ലാനും ഇതിൻ്റെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാനും പ്രാക്ടിക്കൽ യൂസിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് മേ ബി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ വിചാരിക്കേണ്ട, ഇതൊക്കെ എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, ഇതൊക്കെ വേറെ വേറെ കോണ്ടസ്റ്റിലുള്ളതല്ലേ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷേ അങ്ങനെയല്ല, ആ ബുക്സൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രാക്ടിക്കൽ യൂസിന് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ടുള്ള ഡെയിലി ആക്ടിവിറ്റീസിൽ ഫോക്കസ് ചെയ്തിട്ടുള്ള, ഫോർ എക്സാമ്പിൾ ഷോപ്പിംഗ് അല്ലെങ്കിൽ കമ്മ്യൂട്ടിങ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ചെന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഗ്രാമർ, ഇപ്പോൾ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ എന്തൊക്കെയാണ്, വെർബിൻ്റെ ആ ഒരു സ്ട്രക്ചർ എന്തൊക്കെയാണ്, ആ ഒരു കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ഒന്ന് ചെറുതായിട്ട് നോക്കി വയ്ക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ജേർണലിങ് ആ ഒരു ഹാബിറ്റ് തുടങ്ങുക. ആ ഒരു ഹാബിറ്റ് തുടങ്ങുമ്പോൾ ജർമ്മനിൽ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായിട്ട് നോക്കുക. അപ്പോൾ അത് സിമ്പിൾ സെൻറ്റൻസ് ആണെങ്കിൽ കൂടിയിട്ട് ജർമ്മനിൽ തന്നെ ആ ഒരു ജേർണലിങ്ങിൻ്റെ ഹാബിറ്റ് ഫോം ചെയ്ത് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മൻ എപ്പോഴും സംസാരിക്കാൻ നോക്കുക. നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അല്ലെങ്കിൽ ഒരു ക്ലാസ്സിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ട്, ക്ലാസ്മേറ്റ്സ് അല്ലെങ്കിൽ കോഴ്സ് മേറ്റ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരൊക്കെ ആയിട്ട് ജർമ്മനിൽ കൂടുതലായിട്ട് സംസാരിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾക്ക് ആ ഒരു പോസിബിലിറ്റി ഇല്ല എങ്കിൽ ജർമ്മൻ സ്പീക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ബഡീസിനെ കിട്ടും. ആ ബഡീസ് നിങ്ങൾക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോംസ് ആണ് ടാൻഡം, ഹലോ ടോക്കി അല്ലെങ്കിൽ ഐ ടോക്കി എന്നൊക്കെ പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ചാറ്റ് ബോട്ട്സ് യൂസ് ചെയ്യാൻ പറ്റും, ചാറ്റ് GPT ഒക്കെ. അപ്പോൾ അതിനകത്ത് സിമുലേറ്റഡ് ആയിട്ടുള്ള കോൺവെർസേഷൻസും നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. സോ ഗ്രാമറും ഫ്ലുവൻസിയും കൂട്ടാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്തെങ്കിലും മീറ്റപ്സോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പ്സൊക്കെ അതൊക്കെ കുറേ അവൈലബിൾ ആണ്. ഇപ്പോൾ ഫേസ്ബുക്കിലായാലും ഇൻസ്റ്റഗ്രാമിലൊക്കെ ആയാലും. സോ ആ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കുറച്ചും കൂടി അറ്റാച്ച് ആവാനും കൂടുതൽ സംസാരിക്കാനും നോക്കാം. അടുത്തൊരു മെയിൻ കാര്യം,
നിങ്ങൾ കൂടുതലായിട്ട് ടെക്നോളജി യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? അപ്പോൾ അതിനകത്ത് ആ ഒരു ടെക്നോളജി നിങ്ങളുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അതിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ആപ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇപ്പോൾ മെംറൈസ് അല്ലെങ്കിൽ പെൻസിലിയർ അതേപോലെയുള്ള ആപ്സൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുക. ഇത് ലാംഗ്വേജ് ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്സാണ്. അപ്പോൾ ഓരോന്നിനും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളത് യൂസ് ചെയ്യുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ജർമ്മൻ മീഡിയ കൂടുതലായിട്ട് വാച്ച് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനകത്തെന്ന് വെച്ചാൽ ടി വി ഷോസ് ഇല്ലേ, ഈ ഡാർക്കൊക്കെ പോലെയുള്ള ടി വി ഷോസ് അല്ലെങ്കിൽ സീരീസുകൾ, അതൊക്കെ ജർമ്മനിയിൽ തന്നെ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നൊരു കാര്യമുള്ളത്, നിങ്ങൾ കണ്ടു പരിചയിച്ച ഫിലിംസ് അല്ലെങ്കിൽ പാട്ടുകൾ അതൊക്കെ ജർമ്മനിലേക്ക് കുറേയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേമസ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കരോൾ സോങ് ഒക്കെ ഇല്ലേ, ഫേമസ് കരോൾ സോങ് ആണ് ഈ സൈലന്റ് നൈറ്റ് എന്നൊക്കെ പറയുന്നത്. അത് ബേസിക്കലി ജർമ്മൻ സോങ് ആണ്. സോ ആ സോങ്സൊക്കെ കേൾക്കുക അല്ലെങ്കിൽ അത് പഠിക്കാൻ നോക്കുക. അപ്പോൾ അത് പഠിക്കണതിൻ്റെ ഒപ്പം തന്നെ കുറേ വേർഡ്സും കൂടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, അടുത്തത് ചെയ്യാൻ പറ്റുന്ന തുടക്കത്തിലേ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നിങ്ങളുടെ ഡിവൈസസ് ഒക്കെ ജർമ്മനിലേക്ക് ആക്കാൻ നോക്കുക. അപ്പോൾ അതിനകത്ത് ഫോണും അല്ലെങ്കിൽ നിങ്ങൾ ടാബോ ലാപ്ടോപ്പോ എന്താണ് യൂസ് ചെയ്യണതെന്ന് വെച്ചാൽ അതെല്ലാവരും ജർമ്മനിലേക്ക് സ്വിച്ച് ചെയ്യാൻ നോക്കാം. അത് നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്ത് പരിചയമുള്ള സാധനങ്ങളായത് കൊണ്ടിട്ട് നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് ആ ഒരു വേർഡ്സും കൂടിയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. സോ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങളെ ലേബൽ ചെയ്യുക. ലേബൽ ചെയ്യാന്ന് വെച്ചാൽ ഓരോന്നിനും കുഞ്ഞു കുഞ്ഞു നോട്ട്സ് ഒക്കെ കിട്ടില്ലേ, ഈ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ പോലെ. ആ സ്റ്റിക്കി നോട്ട്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങൾ ലേബൽ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും, ഓ ഇതാണല്ലോ ഇതിൻ്റെ പേര്, ഇതാണല്ലോ ജർമ്മനിൽ ഇതിനെ പറയുന്നത്. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ ആർട്ടിക്കിൾ കൂടി ചേർത്തിട്ട് അത് എഴുതാൻ നോക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോഴായാലും ഏതൊക്കെയാണ് ദർ, ദി, ദാസ് ഏതൊക്കെയാണ് വരുന്നത് അതൊക്കെ കൂടിയിട്ട് ഓർക്കാനും എഴുതി വെക്കാനും പിന്നെ അത് മെമ്മറൈസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ഇനിയൊരു കാര്യം, നിങ്ങൾ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഗോത്തിയുടെ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണെന്ന് വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഗോത്തിയുടെ ഒക്കെ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ കിട്ടും. അപ്പോൾ മോക്ക് ടെസ്റ്റുകൾ കൂടുതലായിട്ട് വാങ്ങിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ബുക്സ് വാങ്ങിയിട്ട് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഈ ടെലഗ്രാമിലൊക്കെ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. സോ ആ ഗ്രൂപ്പുകളിൽ നിന്നൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഡൗൺലോഡ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ നോക്കാം. അതിൻ്റെ ഒപ്പം ഗോത്തിക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന ആളാണെങ്കിൽ ഗോത്തിയുടെ മോക്ക് ടെസ്റ്റ് മാത്രമല്ല, ടെൽക്കിൻ്റെയും ടെസ്റ്റ് സ്റ്റാഫിൻ്റെയും ഡി എസ് എച്ചിൻ്റെയും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടിയിട്ട് കിട്ടുമെങ്കിൽ, ഇപ്പോൾ അതിൻ്റെ മോക്ക് ടെസ്റ്റുകൾ കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ അതും കൂടി ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ പ്രാക്ടീസ് ടെസ്റ്റും കൂടി എടുക്കുന്നത് നിങ്ങളുടെ വൊക്കാബുലറി ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ വെറുതെ ചെന്നിട്ട് എക്സാം എഴുതാതിരിക്കുക. വീക്കെൻഡ്സ് ഒക്കെ ഓൺലൈൻ കോഴ്സ് എടുക്കുക. അപ്പോൾ ഈ ഓൺലൈൻ കോഴ്സുകൾ നമ്മുടെ ഗോത്തിയെ പോലെയുള്ള സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ ആ കോഴ്സുകളും കൂടി എടുത്തതിന് ശേഷം നിങ്ങൾ കൂടുതലായിട്ട് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാൻ നോക്കാം. ഇനി അടുത്തൊരു കാര്യം, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ചിലവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, ചിലവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. അത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ലാംഗ്വേജിനോടുള്ള സമീപനം, അല്ലെങ്കിൽ ചിലവർക്ക് സയൻസ് സബ്ജക്ട്സ് ആയിരിക്കും കൂടുതൽ ഇഷ്ടം, ലാംഗ്വേജ് പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ട് ഹോപ്പ് ഗിവ് അപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ കൂടുതലായിട്ട് ഇങ്ങനെയുള്ള ആപ്സും പിന്നെ അതേപോലെയുള്ള നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പോഡ്കാസ്റ്റുകളും ഫിലിംസും ബുക്സൊക്കെ വായിച്ച് നിങ്ങളുടെ വൊക്കാബുലറി കുറച്ചും കൂടി കൂട്ടാൻ നോക്കുക. സോ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക. ചെറിയ ചെറിയ വിൻസ് ആണെങ്കിലും അത് കൂടുതലായിട്ട് ചെറിയ രീതിക്കൊക്കെ എന്താ പറയുക, അതൊന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ആപ്സ് അല്ലെങ്കിൽ ജേർണൽസ് ഒക്കെ യൂസ് ചെയ്യുക, ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ലേണിംഗ് ജേർണി എന്ന് പറയുന്നത് ഒരിപ്പിന് തന്നെ കംപ്ലീറ്റ് പഠിക്കാതെ ഓരോന്ന് സ്റ്റെപ്പായിട്ട് പഠിക്കാൻ നോക്കാം. സോ ഇതൊക്കെയാണ് ഞാൻ ഈ വീഡിയോ കൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. അപ്പോൾ ഈ കീസ് റിസോഴ്സസും കൂടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കീ റിസോഴ്സസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൂടിയിട്ട് ആഡ് ചെയ്യാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മൾ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.